മിശിഹായിൽ ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ ഒപ്പം തന്നെ സ്വഭാവത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണം എന്ന നിലയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ആവശ്യമായതെല്ലാം ആവശ്യമായ സമയത്ത് നൽകിയ ഒരു വിശ്വസ്തനായ ഒരു ദായകനായിരുന്നു. എന്ന് പറഞ്ഞാൽ എ ഫെയ്ത്ത്ഫുൾ പ്രൊവൈഡർ. നമ്മളിന്ന് ചിന്തിക്കുന്നത് തിരുക്കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ മറിയത്തെയും ഉണ്ണി യേശുവിനെയും എപ്രകാരം വളർത്തി എന്നുള്ളത് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തേത്, വിശുദ്ധ യൗസേപ്പ് പിതാവ് ആവശ്യമായ സമയത്ത് ഭക്ഷണം നൽകി തിരുക്കുടുംബത്തെ കാത്തു പരിപാലിച്ചു. പ്രധാനമായി നമുക്കറിയാം, ഒരു തച്ചൻ എന്ന വിധത്തിൽ തൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം ക്രമീകരിക്കാൻ കഠിനമായിട്ട് അധ്വാനിച്ചു. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണം എന്ന നിലയിൽ ഭക്ഷണം നൽകിക്കൊണ്ട് യൗസേപ്പ് പിതാവ് നമുക്ക് മാതൃകയാകുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകമായി ഭക്ഷണപാനീയ മേഖലകളിൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതും കഠിനമായ അധ്വാനത്തിലൂടെ. പ്രത്യേകിച്ചും തൊഴിലിൻ്റെ മാഹാത്മ്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കൂടി ആവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പ് പിതാവ് പാർപ്പിടമൊരുക്കി പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെ കാത്തു സൂക്ഷിച്ചു. പ്രധാനമായിട്ടും നാസ്രത്തിൽ തൻ്റെ കൂടെ എന്നാണോ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചത്, അന്നു മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നം വരെ എപ്പോഴും ഉചിതമായ പാർപ്പിട സൗകര്യം ഒരുക്കാൻ അത്രമാത്രം കഠിനമായി യത്നിച്ച വിശ്വസ്തനായ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമുക്കറിയാവുന്ന പോലെ നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്കുള്ള യാത്ര, അവിടെ ഗർഭിണിയായ ഭാര്യ മറിയത്തിന് പ്രസവ സമയമായപ്പോഴും അതിനുശേഷവും ഉചിതമായ വിധത്തിൽ ആവുന്ന വിധത്തിൽ ഒരു പാർപ്പിടം കണ്ടെത്താൻ അത്രമേൽ ശ്രദ്ധിച്ചു. വീണ്ടും ഈജിപ്തിലേക്കുള്ള യാത്ര, അവിടെയും വാസഗേഹം ഒരുക്കി. തുടർന്ന് നാം കാണുന്നുണ്ട് യൗസേപ്പ് പിതാവ് വീണ്ടും നസ്രത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെയും തിരുക്കുടുംബത്തിന് ആവശ്യമായ പാർപ്പിട സൗകര്യം ഒരുക്കി യൗസേപ്പ് പിതാവ് അത്രമാത്രം കരുതലോടെ കാത്തു. പ്രിയ സഹോദരങ്ങളെ, നാം വീണ്ടും മനസ്സിലാക്കുന്ന മൂന്നാമത്തെ യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ മറിയത്തിനും ഒപ്പം തന്നെ യേശുനാഥനും എപ്പോഴും വലിയ സുരക്ഷിതത്വത്തിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചവനാണ്. തൻ്റെ സംരക്ഷണത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് എപ്രകാരമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് സംരക്ഷണം ഒരുക്കുന്നതെന്ന് തിരുക്കുടുംബത്തിൻ്റെ ചിത്രത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിൽ തിരുക്കുടുംബം പ്രയാണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം യൗസേപ്പ് പിതാവ് വലിയ സംരക്ഷകനായിരുന്നു. ഈ ആധുനിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അരക്ഷിതത്വത്തിൻ്റെ ഒത്തിരിയേറെ നൂലാമാലക്കിടയിൽ പോകുമ്പോൾ നമുക്ക് സംരക്ഷണ കവചം തീർക്കാൻ യൗസേപ്പ് പിതാവിന് മാധ്യസ്ഥം തേടാം. ഒപ്പം തന്നെ ഓരോ വ്യക്തിയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ആകട്ടെ. ഈ ത്രിവിധ പുണ്യങ്ങൾ യൗസേപ്പ് പിതാവ് നേടിയെടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരെയും വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ജപം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ സ്ഥാനക്കാരനും ഈശോമിശിഹായുടെ വളർത്തുപിതാവുമായ മാർ യൗസേപ്പെ എപ്പോഴും അങ്ങേ തിരുമനസ് നിവർത്തിക്കുന്നതിന് ഉത്സുകനായിരുന്നുവല്ലോ. ഞങ്ങളുടെ വന്ധ്യപിതാവിൻ്റെ മഹനീയ മാതൃകയെ അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയരാകട്ടെ. മേലധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടുകൂടി അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം.
അനുസരണയുടെ മകുടമായ വിശുദ്ധ യൗസേപ്പെ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ. നിശബ്ദമാണ് ജീവിതമെന്നാകിലും ലോകൈകനാഥനെ പാലിച്ച മുഴക്കമാർന്ന ജീവിതം, തിളക്കമാർന്ന ജീവിതം. നിശബ്ദമാണ് ജീവിതമെന്നാകിലും ലോകൈകനാഥനെ പാലിച്ച മുഴക്കമാർന്ന ജീവിതം. മഹാനുഭാവൻ നീരിതൻ കാന്തൻ, നീതിമാനെന്ന് സുവിശേഷം വാഴ്ത്തിയ പുണ്യതാ